ചേട്ടാ, ഈ അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു സംശയമാണ്. രണ്ടാമത്, ഈ ഉപതിരഞ്ഞെടുപ്പുകളിൽ ഇന്നയാളൊക്കെ ജയിക്കും എന്നൊന്ന് ചങ്കുറപ്പോടെ പറയാനായിട്ട് നമ്മുടെ പ്രമുഖ മലയാളം മാധ്യമങ്ങൾക്കൊക്കെ പറയാനായിട്ട് ഒരു വിറയൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു സംശയം. പ്രീത, പ്രീത ആദ്യം ചോദിച്ച കാര്യം ഒന്ന്, അൻവർ ജയിക്കുമോ എന്നുള്ള അൻവർ ഫാക്ടർ എന്നാണ്. കാര്യം അൻവർ ഇവിടെ തുടക്കത്തിൽ ഒരു തീപ്പന്തമായിട്ടാണ് വന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അന്ന് വരെയുള്ള അൻവർ അല്ല പിന്നെ നമ്മൾ കണ്ട അൻവർ. ആ തീപ്പന്തത്തിൽ ആരാണ് വെള്ളം കോരി ഒഴിച്ചത്? അതായത് ഈ തീപ്പന്തമായിട്ട് ഇങ്ങനെ ഒരു ഡോർ വഴി എങ്ങനെ UDF കയറാൻ നോക്കിയപ്പോ ആ ഡോർ അങ്ങ് പിടിച്ചടച്ചു. സതീശൻ വെള്ളവും കോരി ഒഴിച്ചു. അപ്പൊ അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇങ്ങനെ ജനശ്രദ്ധ ആകർഷിക്കാനായി എന്തെല്ലാം മേക്ക് ഓവർ കാണിക്കാൻ പറ്റും അതെല്ലാം അദ്ദേഹം കാണിച്ചു. അവസാനം യൂസഫ് പത്താന വരെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ അൻവർ ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച നമ്മുടെ ഒരു ഗസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അൻവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പക്ഷെ അൻവറിന് പെട്ടിയിൽ വീഴുന്ന ഒരു വോട്ട് അല്ല പ്രീത. ഇപ്പൊ ചേട്ടൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നു, നമ്മൾ അവിടുത്തുകാരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഈ സാഹചര്യം എന്നുണ്ടെങ്കിൽ ചേട്ടനോ ഞാനോ നിൽക്കുന്നു, നമ്മളെ അറിയുന്ന കുറച്ച് ആളുകളുണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷയുള്ള ആളുകൾ, അല്ലെങ്കിൽ അവനൊരു നിഷ്പക്ഷനാണ്, അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറയുന്ന കുറച്ച് വോട്ടുകൾ ഈ പറയുന്നത് പോലെ അൻവറിന് കിട്ടിയേക്കാം എന്നുള്ളത് ഒഴിച്ചാൽ ആ സാറ് ഇപ്പൊ ചേട്ടനോട് സംസാരിച്ച ആ സാറ് പറഞ്ഞത് സത്യം തന്നെയായിരിക്കില്ല. പ്രീത പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഞാൻ ആഡ് ചെയ്യും. നമ്മൾ രണ്ടുപേരും ഉദാഹരണം പറഞ്ഞെങ്കിലും നമുക്ക് രണ്ടുപേർക്കും മെരിറ്റ് കൂടുതലാണെങ്കിൽ, ഇപ്പൊ അയ്യപ്പദാസിന് അല്ലെങ്കിൽ പ്രജിതയ്ക്ക് മെരിറ്റ് കൂടുതലാണെങ്കിൽ ആ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. ആ വോട്ട് കൂടുതൽ കൊണ്ട് ജയിക്കണമെന്നില്ല. ഇല്ല, ജയിക്കും എന്ന് ഞാനും പറഞ്ഞില്ല, ജയിക്കില്ല. നമുക്ക് കുറച്ച് വോട്ട് വീഴാം, പക്ഷെ അതൊരു വലിയ ഫാക്ടർ ആയിട്ടൊന്നും അവിടെ നിന്ന് പോകാനായിട്ടൊന്നും അൻവറിനെ പറ്റിയൊരു തെറ്റെന്തെന്നറിയോ? അൻവർ സ്വയം അപഹാസ്യപ്പെടുകയായിരുന്നു. ഇന്നിപ്പോ ഞാൻ രാവിലെ ഒരു മുഖ്യധാര മാധ്യമത്തിലെ വാർത്ത കേട്ടപ്പോ ആ മുഖ്യധാര ചാനലിലെ ആ അവതാരകൻ പറഞ്ഞത്, ഒരു വേള അദ്ദേഹവുമായി സംസാരിച്ചൊരു അഭിമുഖത്തിൽ അൻവർ എന്റെ പിതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഗദ്ഗത കണ്ഠനായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഗദ്ഗതം പിന്നെയും അല്ല, പലതും പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പാട്ടും പാടി കിടക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പാലിക്കേണ്ട, നമ്മളെപ്പോഴും സംസാരിച്ച മര്യാദകളുണ്ട്. ആ മര്യാദ പാലിച്ചില്ലെങ്കിൽ അത് ആർക്കായാലും കാലിടറുമെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട് അൻവർ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും യുക്തിപരമായിട്ട് പെരുമാറിയത് അല്ലേ? അതെ, ഒരു രാഷ്ട്രീയത്തിലുള്ള SFI-കാരനായ ഒരു സ്കൂൾ വിദ്യാർത്ഥി പോലും ഇതിനേക്കാളും യുക്തിപരമായിട്ട് പെരുമാറിയത്. ഉറപ്പായിട്ടും. എന്തിനാണ് ഇങ്ങനെ ഇത്രയും പോല് കാണിച്ചത്? ഇതിപ്പം വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, തലയിൽ കൂടെ മുണ്ടിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അൻവറിന് അങ്ങനെയല്ലേ, തൊലിക്കെട്ടി നന്നായിട്ടുണ്ടെന്നാണ്. ഒരു 5000 വോട്ടെങ്കിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ ചോദിക്കുന്നത് അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടാകുമോ എന്നൊരു സംശയമാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് അതിലേക്ക് വരുമ്പോ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ അൻവർ ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു പെരുപ്പിച്ചത് ആരാ? മാധ്യമങ്ങളാണ്. അതെ, അതായത് അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻവർ ഇറങ്ങിയ സമയത്ത് ഈ CPM-കാരെ, പിണറായി സത്തിനെ എതിർത്ത കുറെ CPM-കാരുണ്ട്. അവരെല്ലാമാണ് ഈ കണ്ട ജാഥകളിലെല്ലാം നിറഞ്ഞത്. പിണറായി സത്തെ അവരാരും പാർട്ടി അംഗങ്ങളല്ല. പാർട്ടി അംഗങ്ങളിൽ അവനെ നോട്ട് ചെയ്യപ്പെടും. ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഇന്ന കമ്മിറ്റികളിൽ പറയും ഇന്നാര് പോയിരുന്നു കേട്ടാ എന്ന് കമ്മിറ്റികളിൽ ചർച്ചയാവും. അപ്പൊ അൻവറോടൊപ്പം പോകുന്ന CPM-കാർ നോട്ട് ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ എങ്ങനെ അഭ്യുതകാംക്ഷികളാണ് പോയിരിക്കുന്നത്, പാർട്ടി അനുഭാവികളാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ അനുഭാവികളുടെ എണ്ണവും താരതമ്യേന കുറഞ്ഞു. പിന്നെ അതൊരു ഇലക്ഷൻ സമയവും അല്ലായിരുന്നു അദ്ദേഹം ഇരുന്ന് വിട്ടുപോയത്. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ പോവും. ആരുടെ? CPM-കാരൻ്റെ കൈ CPM-ൽ ചുറ്റിക്കാരിയോളം നക്ഷത്രത്തിൽ പോവും, കൈപ്പത്തിക്കാരനിലും പോവും. അത് അന്തം കമ്മികളും അങ്ങനെയാണ്, ഈ പറയുന്ന കൈപ്പത്തിക്കാരും അങ്ങനെയാണ്. ഏതായാലും അൻവർ ഫാക്ടർ എന്നൊരു സാധനം ഉണ്ടാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പക്ഷെ അത് ചാനലുകളിലൊന്നും പറയുന്നില്ല. ചാനലുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് സിമ്പതി ഉണ്ടാകുന്ന കുറെ വർത്തമാനങ്ങൾ ഇന്നലെ അവർ പറഞ്ഞു, ഇന്നിനി പറയുമെന്നറിയില്ല. ഇന്ന് പറയാൻ സാധ്യതയില്ല, കാരണം ഇന്നലത്തോണ്ട് ആ അംഗം കഴിഞ്ഞു. എല്ലാവരും കൂടും കൊടുക്കുകയും പറക്കി കെട്ടി വീട്ടിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങായിരിക്കും.
ഏതായാലും തിങ്കളാഴ്ച ഇരുന്ന് ഇതെല്ലാം അവർ പാടെ മറക്കും. ഇനി നമുക്ക് ഒന്നുകൂടെ പറയേണ്ടി വരും. നമ്മൾ അൻവർ ഫാക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ച പ്രജിത്ത് ചോദിച്ച ചോദ്യം, എൻ്റെ അടുത്ത് ഇനി ചോദിച്ച പ്രജി ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾക്ക് ആർക്കും ഒരു ചങ്കുറപ്പുമില്ല ആര് ജയിക്കുമെന്ന് പറയാൻ. കാര്യം നമ്മൾ ഇന്നലെ നമ്മൾ രണ്ടുപേരും കേട്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ മനോരമയുടെ ഒരു വാർത്ത കേട്ടു. മനോരമയുടെ വാർത്തയിൽ ഞാൻ അയാളെ വാർത്ത റിപ്പോർട്ടിങ് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളാണ്. നല്ല ഗാംഭീര്യമുള്ള സ്വരം, വളരെ പറയുന്നത് പഞ്ചിങ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ആങ്കർ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട് ഇതിന് അടുത്തല്ലേ, നിലമ്പൂരിന് അടുത്തല്ലേ, നിങ്ങളുടെ പഞ്ചായത്തിന് അടുത്തല്ലേ, നിലമ്പൂരിന്റെ തൊട്ടടുത്തൊരു പഞ്ചായത്ത് ആ മണ്ഡലത്തിലെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവിടെ ഒരു ജയം ഉണ്ടാകില്ലേ? അയാൾ ഇങ്ങനെ കുറേ കഥകൾ പറയുന്നതല്ലാതെ നിലമ്പൂർ ഏത് മണ്ഡലത്തിൽ നിന്ന് എവിടെ നിന്ന് വോട്ട് മാറും? ഇപ്പം ഞാൻ എൻ്റെ കൂടെ ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവാണ് എൻ്റെ മണ്ഡലം, VK പ്രശാന്താണ് എൻ്റെ MLA. VK പ്രശാന്തിന് ഇപ്പോൾ K മുരളീധരനാണ് തിരിച്ച് മത്സരിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ ഇന്ന കൗൺസിലിൽ ഇത്ര വോട്ടെങ്കിലും അവിടെ കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റും. അതാണ് മണ്ഡലത്തെ അറിയുന്ന ഒരു വ്യക്തി. സാർ ഇത്ര വോട്ടെങ്കിലും കിട്ടും സാർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ജോലി സംബന്ധമായി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ, സാർ ഇത്ര വോട്ട് എൻ്റെ അടുത്ത് നിന്ന് കിട്ടും സാർ, ഇത്ര വോട്ട് എൻ്റെ അടുത്ത്, അതിനൊരു 10 വോട്ടോ 100 വോട്ടേ കുറയുള്ളൂ, അല്ലെങ്കിൽ പോട്ടെ ഒരു 50 വോട്ടേ കുറയുള്ളൂ. അല്ല, അതൊരു മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടതാണ്. കാരണം അവിടെ എവിടെ ചായ്വ എന്നുള്ളതല്ല, അവിടുത്തെ ആ മണ്ഡലത്തിന്റെ ഓരോ പൾസ് നമുക്ക് അറിയാൻ പറ്റണം എന്നുള്ളതാണല്ലോ. ഉപരി രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അതെ, നമ്മള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണമല്ലോ നമ്മള് എവിടത്തുകാരനാണ് എന്നുള്ളതല്ല, നമ്മൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒരൊറ്റ റിപ്പോർട്ടേഴ്സ് ഇന്നലെ കൃത്യമായ ഒരു മറുപടി മുഖ്യധാര മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഇവൻ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് റിപ്പോർട്ടിങ്ങിന് പോയ ഒരാളാണ് ഞാൻ. ചേലക്കരയും ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷൻ സമയത്ത്. അവിടെയൊക്കെ ഞാൻ കണ്ടത് പാലക്കാട് സുഖമായിട്ട് മാങ്കൂട്ടം ജയിക്കുമെന്നായിരുന്നു. ഞങ്ങൾ കണ്ട ആൾക്കാരെല്ലാം മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് അത് വേറെ സർവേയുടെ ആവശ്യമില്ല. ദെൻ നമ്മൾ പോയി ചേലക്കര രാധേട്ടന്റെ ആൾക്കാരാണ്. അതിന് ഏത് റബ്ബർ സ്റ്റാമ്പിനെ കൊണ്ട് നിർത്തിയിരുന്നാലും ഒരു ഈർക്കിൽ തുമ്പിനെ ഇരുത്തിയിരുന്ന രാധേട്ടന്റെ പേരിൽ വോട്ട് കിട്ടും, ജയിക്കും. അപ്പൊ അത്തരത്തിലൊരു വ്യക്തമായ ഒരു മറുപടി ഇപ്പൊ ചേലക്കര പോയപ്പോഴും പാലക്കാട് പോയപ്പോഴും നമുക്ക് കിട്ടിയൊരു പൾസ് ഉണ്ട്. ജയിക്കുമെന്നെങ്കിലും പറയാമല്ലോ. അപ്പൊ പാലക്കാട് 25,000 വോട്ടിനും അല്ലെങ്കിൽ ജയിച്ച ഇത്രയും 17,000. അതുമല്ല, ഇത് ഒരു ഫുൾ സ്കെയിൽ തിരഞ്ഞെടുപ്പൊന്നുമല്ല, ഒരു ഉപതിരഞ്ഞെടുപ്പാണ്. ഒരു മണ്ഡലങ്ങളിലുള്ളതല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ആ ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ, പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് കൂടി പറയാം വേണമെങ്കിൽ, അങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ. അതെ, നമ്മള് വേറൊരു കാര്യം കൂടെ പറയുന്നത് നമുക്ക് ഇതുകൂടെ പറയേണ്ടി വരും. ഈ മാധ്യമങ്ങൾക്കുണ്ടല്ലോ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ ചില അജണ്ടകൾ കൂടെ ഉണ്ട്. നമ്മളിത് തുടങ്ങിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടൻ ചോദിച്ചു OLX പരസ്യം കൊടുക്കോ സ്ഥാനാർത്ഥി വേണമെന്ന്. M സ്വരാജിനെ നിർത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, CPM-നെ കർശനമായിട്ട് വിമർശിക്കുന്ന ചില മുഖ്യധാര മാധ്യമങ്ങളുണ്ട്. ഒരു അജണ്ടയാണ് അവരുടെ. ഈ അജണ്ട ഉള്ളവർക്ക് തന്നെ വെള്ളപൂശുകയാണ് M സ്വരാജിനെ വെള്ളപൂശുകയാണ്. M സ്വരാജ് 8 ദിവസം കൊണ്ട് മാറിപ്പോയി എന്ന്. 8 ദിവസം കൊണ്ട് മാറിപ്പോയി. M സ്വരാജ് ആരാ? ഇവരെ മച്ചമ്പിയോ? അല്ല, വണ്ണം വെച്ചോ? M സ്വരാജ് ആരാ? ഇവരെ മച്ചമ്പിയോ? എടോ, M സ്വരാജിനെ പോലെ ഇവിടെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടോ? M സ്വരാജിനെ പോലെ ഒരു 10 പാർട്ടിക്കാരെ ഞാൻ കാണിച്ചു കൊടുക്കാം. എത്രയോ പേരുണ്ടല്ലേ, എത്രയോ മൂളയുള്ളവരുണ്ട്. അവർക്കൊന്നും അവസരം കിട്ടുന്നില്ല. എത്രയോ മൂളയുള്ളവരുണ്ട്. ഒരുപക്ഷെ അവിടെ തന്നെയുള്ള ഒരു നല്ലൊരു ആളൊക്കെ നിർത്തിയിരുന്നെങ്കിൽ, LDF-ന്റെ തന്നെ ഒരാളെ ഒരു പക്ക പോയിന്റാണ്. എന്റെ കൂടെ അവിടുത്തെ സഖാവ് പറഞ്ഞു ഇതിനേക്കാൾ വോട്ട് കിട്ടുമായിരുന്നു. M സ്വരാജൊക്കെ എന്തിന് ഞങ്ങളെ നാട്ടുകാരോടത്തിന് അവിടെ നിർത്തിയാൽ മതിയായിരുന്നെന്ന്. വല്ലപ്പോഴും വന്നു പോകുന്ന M സ്വരാജിന് ഇവിടെ ആർക്ക് വേണമെന്ന് പറയുന്നത്. വേറൊരു കാര്യം അറിഞ്ഞോ? അവസാനത്തെ അവരുടെ കണ്ടെത്തൽ 2000 വോട്ടിനെങ്കിലും M സ്വരാജ് ജയിക്കുമെന്ന്. CPM-ന്റെ പറഞ്ഞു അത്രയായി. എത്രയുണ്ട്? അവസാനം ഇത്രയോ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഒന്ന്, നമ്മൾ സംസാരിച്ചു വന്ന ആദ്യത്തെ വിഷയം എത്രയാണ് ഒരു എന്താ പറയാ, എങ്ങനെ ജയിക്കുമോ എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത മാധ്യമ പ്രവർത്തകര്. പിന്നെ ഈ പറയുന്ന പോലെ അൻവർ ഫാക്ടർ ഒന്നുമല്ലാതെ കാര്യം അൻവർ അപഹാസ്യനായി പോകും എന്നുള്ളതാണ് കാര്യം. രാഷ്ട്രീയ പിൻബലമില്ലാതെ ആർക്കും ഒന്നും. കാരണം കേരളത്തിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ്. നമുക്കിനി ഒരു ദിവസം കൂടെ കാക്കാം, ഒന്നല്ല 2 ദിവസമുണ്ട്. നാളെ ഇരുട്ടി നേരം വിളിക്ക്, ഞായറാഴ്ച, തിങ്കളാഴ്ച ഒരു 10 മണിയോടെ എല്ലാ കാര്യങ്ങളും അറിയാം, 11 മണിയോടെ പൂട്ടിക്കെട്ടും. അപ്പൊ എല്ലാ വാചകമണിയും എന്തെന്ന് നമുക്കറിയാം. അതെ.